ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. +1 മാത്തമാറ്റിക്സിൽ നമുക്ക് മൊത്തത്തിൽ 16 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് സെറ്റ്സ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടുള്ളതിൽ വെച്ച് കേൾക്കാത്തൊരു പുതിയ ടോപ്പിക്കാണ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വർഷം പഠിക്കുന്ന മറ്റേത് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഒരു ചാപ്റ്ററിൻ്റെയും കണ്ടിന്യൂവേഷൻ ആയിട്ടല്ലാതെ വരുന്നൊരു പുതിയ ടോപ്പിക്കാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയില്ല എന്താണ് ഒരു സെറ്റ് എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങാം. എന്താണ് സെറ്റ്? അപ്പോൾ ഒരു സെറ്റിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം: എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു സെറ്റ് എന്ന് പറയുന്നത് കുറെ ഒബ്ജക്ട്സുകളുടെ കളക്ഷൻ ആണ്. വെറും കളക്ഷൻ എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ ഇവിടെ ഒരു പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? വെൽ ഡിഫൈൻഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് വെൽ ഡിഫൈൻഡ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? വെൽ ഡിഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഡിഫൈൻ ചെയ്തത്. അതായത് ആ ഒരു ഡെഫിനിഷൻ അനുസരിച്ച് ആ ഡെഫിനിഷൻ ആരെടുത്ത് പറഞ്ഞാലും അവർക്ക് എല്ലാവർക്കും ഒരേ ഉത്തരം തന്നെയാണ് മനസ്സിൽ വരുന്നതെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വിചാരിക്കുക. നമുക്കറിയാം അതിൻ്റെ ഉത്തരം ഒരിക്കലും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ആയിരിക്കില്ല വരുന്നത്. ഓരോ ആൾക്കാർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല? ഒരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഏത് സബ്ജക്റ്റിൻ്റെതാണ് എന്ന് ഞാൻ ചോദിച്ചാൽ ആ ഡെഫിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പറയാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എല്ലാ ആൾക്കാരും സെയിം ഒരേപോലെ തന്നെ ആൻസർ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് വെൽ ഡിഫൈൻഡ് ആണ്. ഞാൻ നിങ്ങളടുത്ത് പറയാണ് കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുകയാണ്. കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ ഒരു കളക്ഷൻ. നമുക്കറിയാം ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 2, 4, 6, 8 എക്സെട്ര. നമ്പർ സിസ്റ്റം അറിയാവുന്ന ഏതൊരാളടുത്ത് ചോദിച്ചാലും അവർ ഈ ആൻസർ തന്നെയായിരിക്കും പറയുന്നത്. അതായത് ഇത് വെൽ ഡിഫൈൻഡ് ആണ്. സോ കളക്ഷൻ ഓഫ് ഈവൻ ഇൻറ്റിജേഴ്സ്, ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സെറ്റ് ആണെന്ന് പറയാം. ഇപ്പോൾ വെൽ ഡിഫൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്: നമുക്ക് തരുന്ന ആ ക്വസ്റ്റ്യൻ, ഒരു സെന്റൻസ് തരുമ്പോൾ ആ സെന്റൻസ് നിങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞു നോക്കുക. ആ സെന്റൻസിനൊരു ആൻസർ കാണുമല്ലോ. ആ ആൻസർ എല്ലാ ആൾക്കാർക്കും ഒരുപോലെയാണ് വരുന്നതെങ്കിൽ, എല്ലാ ആൾക്കാർക്കും ഒരുപോലെ തന്നെയാണ് കിട്ടാൻ സാധ്യത ഉള്ളതെങ്കിൽ അത് ഒരു സെറ്റായിരിക്കും. എന്നാൽ ചില ചോദ്യങ്ങളുണ്ട്, ചില സെന്റൻസുകളുണ്ട്. ആ സെന്റൻസുകളുടെ പ്രത്യേകത അത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. അതായത് വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും വരുന്നത്. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നടനെ കുറിച്ച് ചോദിക്കുകയാണ്, അങ്ങനെ ഇഷ്ടപ്പെട്ട കളറിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതെല്ലാം ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ഏതാണെന്ന് ചോദിക്കുകയാണ്, ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ഏതാണെന്ന് ചോദിക്കുകയാണ്. അതെല്ലാം ഓരോ ആൾക്കാർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് വരുന്നത്. സോ അതൊന്നും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റത്തില്ല? ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് എന്തിന് എക്സാമ്പിളുമല്ല? സെറ്റിന് എക്സാമ്പിളുമല്ല. അപ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന ചില സെറ്റുകളെയാണ് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പ് സെറ്റിന്റെ ഡെഫിനേഷൻ ഒന്നും കൂടെ പറയുന്നു. എന്താണ് സെറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇതിൽ വെൽ ഡിഫൈൻഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വെൽ ഡിഫൈൻഡ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരാളത്ത് ചോദിച്ചാലും കൃത്യമായി ഒരേ മറുപടി തന്നെയാണ് പറയാനുള്ളതെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഇനി കോമൺലി മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന ചില സെറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചില കോമൺ സെറ്റ്സ് യൂസ്ഡ് ഇൻ മാത്തമാറ്റിക്സ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റാണ് ക്യാപിറ്റൽ എൻ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. സെറ്റുകൾക്ക് പേര് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറ്റുകൾക്ക് പേര് കൊടുക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിനെ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകൾ. ദാറ്റ് മീൻസ്
എണ്ണൽ സംഖ്യ പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലേ എന്താണ് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ? എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 2 3 4 എക്സെട്ര ഇങ്ങനെ പോയ നമ്പേഴ്സ് ആണ് എണ്ണൽ സംഖ്യകൾ. ഇതാണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ സെറ്റ് എഴുതുമ്പോൾ ഒരു പ്രത്യേകത നമ്മൾ അടുത്തതായിട്ട് പഠിക്കും. റെപ്രസെന്റേഷൻ സെറ്റ് ആണെന്ന് തിരിച്ചറിയുന്നത് നമ്മൾ ഇങ്ങനെയാണ്. ഇതാ അത് കാണുന്നത് ഒരു കേളി ബ്രാക്കറ്റിനകത്തായിരിക്കും. ആ ബ്രാക്കറ്റിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്തത്? ഈ എലമെന്റുകൾ എഴുതുന്നത്. ഇപ്പോൾ 1 2 3 4 എക്സെട്ര നമ്മൾ പറഞ്ഞില്ലേ? ആ 1 2 3 4 എക്സെട്ര എന്ന് പറയുന്നത് ഇതേപോലെ ബ്രാക്കറ്റിനകത്താണ്. ഈ ബ്രാക്കറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കേളി ബ്രാക്കറ്റ്. വളഞ്ഞിരിക്കുകയല്ലേ, വളഞ്ഞു തിരിഞ്ഞൊക്കെ ഇരിക്കുമല്ലേ? ഈ ബ്രാക്കറ്റിനെ വിളിക്കുന്നതാണ് കേളി ബ്രാക്കറ്റ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് കോമൺ സെറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ദെൻ രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള നമ്പർ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്ന സെറ്റ് ആണ് ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിന്റെ സെറ്റിനാണ് നമ്മൾ ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഇസഡ് എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത്. ഈ എന്താണ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് ആയ 1 2 3 4 എക്സെട്ര വരും. ദെൻ ഇതിനോടൊപ്പം തന്നെ ഒരു 0 വരും. ദെൻ നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 എക്സെട്ര എന്ന് പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വരും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിജേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻഡിജേഴ്സിന്റെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ ഇസഡ് ആണ്. അപ്പോൾ ഇസഡ് എന്നുള്ള അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇൻഡിജേഴ്സിന്റെ ആദ്യത്തെ അക്ഷരം ഐ ആണ്, പക്ഷെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇസഡ് ആണ്. തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള സെറ്റ് ആണ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ദി സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. ദാറ്റ് മീൻസ് നമ്മൾ ഇതുവരെയും പറഞ്ഞ നമ്പേഴ്സിന്റെ പ്രത്യേകത എല്ലാം പൂർണ്ണസംഖ്യകളായിരുന്നു അല്ലേ? -1 -2 1 3 0 1 2 3 4 എന്നുള്ള കുറെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ഇൻഡിജേഴ്സിനോടൊപ്പം തന്നെ ചില ഫ്രാക്ഷൻസും, അതായത് ഭിന്നസംഖ്യകളും പോയിന്റ് വരുന്ന സംഖ്യകൾ ഡെസിമൽസും ദശാംശ സംഖ്യകളും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റാഷണൽ നമ്പേഴ്സ്. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡിജേഴ്സിനോടൊപ്പം തന്നെ പോയിന്റുള്ള സംഖ്യകളും കാണും, ഫ്രാക്ഷൻസും കാണും. അപ്പോൾ അങ്ങനെ വരുന്ന നമ്പർ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്ത നമ്പർ സിസ്റ്റമാണ് റിയൽ നമ്പേഴ്സ്. അതായത് ഈ റാഷണൽ നമ്പേഴ്സിനോടൊപ്പം തന്നെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുകയാണ്. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പറിന്റെ ഡെഫിനേഷൻ ഓർമ്മയുണ്ടോ? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതും പിയും ക്യൂവും ഇൻഡിജർ ആയിരിക്കണം, Q ≠ 0 ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിജർ റാഷണൽ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി ഇറാഷണൽ നമ്പർ എന്തായിരുന്നു? ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √2, √3, π ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇറാഷണൽ നമ്പറിന് എക്സാമ്പിൾ ആണ്. ഈ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറോടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന സിസ്റ്റമാണ് റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ക്യാപിറ്റൽ R ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ തിരിഞ്ഞു പോകരുത്. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് റാഷണൽ നമ്പർ, റാഷണലിന്റെ ആദ്യത്തെ അക്ഷരം R ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് R എന്നുള്ള നൊട്ടേഷൻ അവിടെ ഉപയോഗിക്കരുത്. R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ Q എന്ന ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു നമ്പർ സിസ്റ്റം ഉണ്ട്, ഇതിനേക്കാൾ ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം ഉണ്ട്, കോംപ്ലക്സ് നമ്പർ സിസ്റ്റം. അത് നമ്മൾ ഇപ്പോഴേ പഠിക്കുന്നില്ല. നമുക്ക് ഈ വർഷം തന്നെ 5ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെന്ന് പറയുന്നത് R ആണ്. ഏതാണ്? റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ എല്ലാം ഡീൽ ചെയ്യുന്നത് ഏത് നമ്പർ സിസ്റ്റത്തിലാണ്? റിയൽ നമ്പർ സിസ്റ്റത്തിൽ ആണ് നമ്പേഴ്സിനെ കുറിച്ചെല്ലാം പറയുന്നത്. ഇനി തന്നെ ഈ കൂട്ടത്തിൽ ചില ആൾക്കാർക്ക് നമ്മളൊരു പ്രത്യേക രീതിയിൽ നൊട്ടേഷൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇസഡ് എന്നിട്ട് ഒരു പ്ലസ് ഇട്ട് തരികയാണ്. ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? -3 -2 -1 0 1 2 3 4 എക്സെട്ര. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറഞ്ഞതിലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാർ വരും. 1 2 3 4 എക്സെട്ര. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് തന്നെ. പോസിറ്റീവ് റിയൽ നമ്പർ ഇൻഡിജേഴ്സ് അല്ലേ? ഇൻഡിജേഴ്സിലെ പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ 1 2 3 4 എക്സെട്ര. അതാണ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുണ്ട് Q+ വരാറുണ്ട്, സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. അതേപോലെ R+ വരാറുണ്ട്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ N എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, Z ദി സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്, Q ദി സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, R എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്.
നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സെറ്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പം തന്നെ സെറ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ കാണിച്ചു തരുന്ന ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു കേളി ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് എലമെന്റുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് കാണിച്ചിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. സെറ്റിനെ നമുക്ക് മെയിൻ ആയിട്ടും രണ്ട് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഒന്നാമത്തെ ഫോമാണ് റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം. അപ്പോൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫോമാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. അപ്പൊ എന്താണ് റോസ്റ്റർ ഫോം എന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഇൻ റോസ്റ്റർ ഫോം ദി എലമെന്റ്സ് വെയർ ലിസ്റ്റഡ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് വിത്തിൻ കേളി ബ്രേസസ്. ദാറ്റ് മീൻസ് റോസ്റ്റർ ഫോമില് നമ്മൾ ആദ്യം ആ സെറ്റിനകത്ത് വരുന്ന എലമെന്റുകൾ ഏതൊക്കെയാണോ ആ എലമെന്റുകൾ എഴുതും. സപ്പോസ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 2, 4, 6, 8 എക്സെട്ര ആ ഈവൻ നമ്പേഴ്സ് നമ്മൾ എഴുതും. ആ ഈവൻ നമ്പേഴ്സ് എഴുതിയ ശേഷം സെപ്പറേറ്റഡ് ബൈ കോമാസ്, ഞാൻ ഇവിടെ കോമ യൂസ് ചെയ്തിട്ടുണ്ട്, കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ കേളി ബ്രേസസിനകത്ത് എൻക്ലോസ് ചെയ്യും. തുടക്കത്തിലും അവസ്ഥയിലും ആ കേളി ബ്രാക്കറ്റ് ഇടും. ഈ റെപ്രസെന്റേഷനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. റോസ്റ്റർ ഫോം ആകുമ്പോഴും ടാബുലർ ഫോം ആയാലും ഇനി മറ്റേത് ഫോം ആയാലും സെറ്റിന് പേര് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കണം? ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ എഴുതി A is equal to സെറ്റ് 2, 4, 6, 8 എക്സെട്ര. അപ്പൊ ഇതെന്താണ്? ഇത് ഒരു സെറ്റിന്റെ റോസ്റ്റർ ഫോം ആണ്. അപ്പൊ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫോമാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയുന്നത്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോസ്റ്റർ ഫോമിൽ നമ്മൾ എലമെന്റുകൾ എഴുതും. എലമെന്റുകളെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും. എൻക്ലോസ്ഡ് വിത്തിൻ കേളി ബ്രേസസ്, ആ കേളി ബ്രാക്കറ്റിനകത്ത് എൻക്ലോസ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ റെപ്രസെന്റേഷൻ ആണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഇൻ സെറ്റ് ബിൽഡർ ഫോം ദി കണ്ടീഷൻ ഓഫ് ദി സെറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എന്താണോ സെറ്റിന്റെ പ്രത്യേകത ആ പ്രത്യേകത എഴുതി വെച്ചിരിക്കുന്ന ഫോമിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ എഴുതുകയാണ് A ഈസ് ഈക്വൽ ടു സെറ്റ്, ഒരു എക്സ് എഴുതുന്നു, കോളൻ 2 കുത്തിടുന്നു, എന്നിട്ട് എഴുതുകയാണ് എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ. ഇത് എങ്ങനെ വായിക്കേണ്ടതെന്ന് അറിയാമോ? A ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ്. ഏതൊരു സെറ്റ് ബിൽഡർ ഫോം നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാ? A ഈക്വൽ ടു സെറ്റ് എക്സ് എന്നോ A ഈക്വൽ ടു സെറ്റ് വൈ എന്നോ പറഞ്ഞു തുടങ്ങും. ഇതിന്റെ അർത്ഥം ഇതാണ്, ഈ A എന്ന സെറ്റിൽ വരുന്ന ആൾക്കാരെല്ലാം എക്സുകളാണ്. ഇനി എന്താണ് ഈ എക്സിന്റെ പ്രത്യേകത? ഈ എക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നേ. അപ്പൊ മുകളില് ഞാൻ എലമെന്റുകൾ ഏതൊക്കെയാണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ് റോസ്റ്റർ ഫോമില്. എന്നാൽ സെറ്റ് ബിൽഡർ ഫോമില് എലമെന്റുകൾ ഏതൊക്കെയാണെന്നല്ല എഴുതുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ എലമെന്റുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ കണ്ടീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫോമിനെ വിളിക്കുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റിനെ നമുക്ക് മെയിൻ ആയിട്ടും എത്ര രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നാമത്തത് റോസ്റ്റർ ഫോം, രണ്ടാമത്തത് ടാബുലാർ ഫോം. റോസ്റ്റർ ഫോമില് നമ്മൾ എലമെന്റുകൾ എഴുതി കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് ബ്രാക്കറ്റിനകത്താക്കും. സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ സെറ്റിന്റെ പ്രത്യേകത എന്താണോ ആ കണ്ടീഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓർത്ത് വെച്ചേക്കുക, സെറ്റ് ബിൽഡർ ഫോം എപ്പോഴും നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാ? സെറ്റ് എക്സ് സച്ച് ദാറ്റ് അല്ലെങ്കിൽ സെറ്റ് വൈ സച്ച് ദാറ്റ് എന്ന് എഴുതിയിട്ട് ആ 2 കുത്തിനെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? സച്ച് ദാറ്റ്. എന്താ വായിക്കേണ്ടത്? സച്ച് ദാറ്റ് എന്നാണ് വായിക്കേണ്ടത്. സച്ച് ദാറ്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ പ്രത്യേകത എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. റൈറ്റ് ദി സൊല്യൂഷൻ സെറ്റ് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ഇൻ റോസ്റ്റർ ഫോം. ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ബ്രാക്കറ്റിനകത്താക്കി കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് ആ കേളി ബ്രാക്കറ്റിനകത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ NCERT ടെക്സ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. NCERT ടെക്സ്റ്റിലെ എല്ലാ എക്സസൈസുകളും
അതേപോലെ എക്സാമ്പിളുകളും ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് അറിയാം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ഏതൊക്കെ രീതി ചെയ്യാം? മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം, ഫാക്ടറൈസേഷൻ വഴി ചെയ്യാം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. ഞാനിവിടെ ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് ചെയ്യുന്നത്, കാരണം എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നൊരു മെത്തേഡാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. സോ ഞാൻ എയുടെ വാല്യൂ ഇടുന്നു. എയുടെ വാല്യൂ 1 ആണ്. എന്താണ് എ എന്ന് പറഞ്ഞാൽ? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്. സോ എ ഈക്വൽ ടു 1. ദെൻ എക്സിന്റെ കോഎഫിഷ്യന്റ് ബി ഈക്വൽ ടു 1. ദെൻ കോൺസ്റ്റന്റ് സി ഈസ് ഈക്വൽ ടു -2. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടി. ഞാൻ ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ബി സ്ക്വയർ മൈനസ് 4ac. എന്താണ് ബി സ്ക്വയർ മൈനസ് 4ac? 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു -2. അതായത് 1 പ്ലസ് 8 ഇസ് ഈക്വൽ ടു 9 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ ഇക്വേഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു 1 കിട്ടും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? എന്ന് പറഞ്ഞാൽ -1 പ്ലസ് ഓ മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 എന്നും കിട്ടും. അതോടൊപ്പം തന്നെ എക്സ് എന്ന് പറഞ്ഞാൽ -1 മൈനസ് 3 ഡിവൈഡ് ബൈ 2 എന്നും കിട്ടും. -1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/2 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതോടൊപ്പം തന്നെ ഇവിടെ കിട്ടുന്നത് -4 ഡിവൈഡഡ് ബൈ 2 -2 എന്നും കിട്ടും. സോ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 1ഉം -2 ആണ്. ഈ കിട്ടിയ ആൻസറുകളായ 1നെയും -2നും കൂടെ ചേർത്ത് ഞാൻ സെറ്റ് ആക്കി മാറ്റുന്നു. ഇതിനൊരു പേര് കൊടുക്കുകയാണ്. എ എന്നോ ബി എന്നോ സി എന്നോ എന്തെങ്കിലും പേര് കൊടുക്കാം. സോ ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. ഓക്കെ, അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാണ് ആൻസർ, എ ഈക്വൽ ടു 1 -2. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ദി സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ഇൻ റോസ്റ്റർ ഫോം. ഈ ഒരു ചോദ്യത്തെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? എക്സ് എന്നതിൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കണം, എക്സിന്റെ സ്ക്വയർ 40നേക്കാൾ താഴെ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 40ൽ താഴെയുള്ള സ്ക്വയേഴ്സ് ഏതൊക്കെയുണ്ട്? നമുക്കറിയാം ഏറ്റവും ചെറിയ സ്ക്വയർ ഏതാണ്? 0യുടെ സ്ക്വയർ ആണ്, അത് 0 തന്നെ. ദെൻ അതിനേക്കാൾ വലുതെടുക്കുവാണെങ്കിൽ 1ന്റെ സ്ക്വയർ 1 കിട്ടും, 2ന്റെ സ്ക്വയർ 4 കിട്ടും, ദെൻ 3യുടെ സ്ക്വയർ എടുക്കുവാണെങ്കിൽ 9 കിട്ടും, 4ന്റെ സ്ക്വയർ എടുക്കുവാണെങ്കിൽ 16 കിട്ടും, 5ന്റെ സ്ക്വയർ എടുക്കുവാണെങ്കിൽ 25 കിട്ടും, 6ന്റെ സ്ക്വയർ എടുക്കുവാണെങ്കിൽ 36 കിട്ടും, 7 സ്ക്വയർ എടുക്കുവാണെങ്കിൽ 49 കിട്ടും. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ചെയ്തിട്ട് കാര്യമില്ല, കാരണം 7 സ്ക്വയർ എടുത്തപ്പോൾ തന്നെ 49 ആയി. നമുക്ക് 40ൽ താഴെയുള്ളത് മതി. അപ്പോൾ 40ൽ താഴെയുള്ള സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 4, 9, 16, 25, 36. നമുക്ക് ഈ സ്ക്വയേഴ്സുകളല്ല വേണ്ടത്, നമുക്ക് ഈ സ്ക്വയർ റൂട്ടുകൾ, അതായത് എക്സിന്റെ വാല്യൂസ് ആണ് വേണ്ടത്. ഈ റൈറ്റ് സൈഡ് ഇത് എക്സിന്റെ വാല്യൂ, ഇവിടെ എക്സ് സ്ക്വയറിന്റെ വാല്യൂമാണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6. ബട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ പോസിറ്റീവ് ഇന്റിജർ. ഈ 0 എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. നമുക്ക് ഇതിന് ബി എന്ന് പേര് കൊടുക്കാം. നേരത്തെ എ കൊടുത്തല്ലോ, നമ്മുടെ ബി എന്ന് പേര് കൊടുക്കാം. അപ്പൊ ബി ഈസ് ഈക്വൽ ടു വരാൻ സാധ്യത ആരൊക്കെയാണ്? 1, 2, 3, 4, 5, 6. സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ്. റൈറ്റ് ദി സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 4, 9, 16, 25 എക്സെട്ര ഇൻ ദി സെറ്റ് ബിൽഡർ ഫോം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് എന്തായിരുന്നു? ഒരു സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട്, അതായത് ഒരു കണ്ടീഷൻ തന്നിട്ട് അവിടെ നമ്മൾ എലമെന്റുകൾ കണ്ടുപിടിക്കുകയായിരുന്നു. ഇവിടുത്തെ ചോദ്യം, ഇവിടെ ഒരു റോസ്റ്റർ ഫോം ആണ് തന്നിരിക്കുന്നത്. ഈ റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോം കണ്ടുപിടിക്കണം. എലമെന്റുകൾ തന്നിട്ടുണ്ട്, ഈ എലമെന്റുകളുടെ കണ്ടീഷൻ കണ്ടുപിടിക്കണം. എന്താണ് ഈ എലമെന്റുകളുടെ പ്രത്യേകത എന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ഈ എലമെന്റുകളുടെ പ്രത്യേകത? നമുക്ക് പക്ഷെ അറിയാം, തുടങ്ങുന്നത് എങ്ങനെയാ?
എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ്. ഇനി എന്താണ് എക്സിന്റെ പ്രത്യേകത എഴുതിയാൽ മതി. എന്താണ് എക്സിന്റെ പ്രത്യേകത? 1, 4, 9, 16, 25. ഈ 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയറാ, 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയറാ, 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയറാ, 4 സ്ക്വയർ, 5 സ്ക്വയർ എക്സെട്ര. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, സെറ്റ് എക്സ് സച്ച് ദാറ്റ്. ഇവിടെ എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവത്തില്ല, കാരണം 0യും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പിന്നെ എങ്ങനെ നമ്മൾ പറയും? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് എന്ന് നമുക്ക് എടുത്ത് പറയാം അല്ലേ, പോസിറ്റീവ് പെർഫെക്റ്റ് സ്ക്വയർ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് ദി സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ എന്ന് വേണമെങ്കിലും പറയാം. നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആണെന്നും നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ. നമുക്ക് ഒരു സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോമിലോട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഒരൊറ്റ ആൻസർ എഴുതാൻ പറ്റും. എലമെന്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് എല്ലാവർക്കും ഒരേ ആൻസർ കിട്ടത്തുള്ളൂ. പക്ഷെ തിരിച്ച് ഒരു റോസ്റ്റർ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാൻ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രത്യേകത എന്താണോ അതനുസരിച്ച് ആൻസർ എഴുതുക. ചില ആൾക്കാർ ഇപ്പം എക്സ് ഇസ് എ പോസിറ്റീവ് പെർഫെക്റ്റ് സ്ക്വയർ എഴുതുന്നതിന് പകരം ഇങ്ങനെയായിരിക്കും എഴുതുന്നത്, സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദി സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ. ശരിയായിട്ടുള്ളതല്ലേ അത്? ശരിയായിട്ടുള്ളതാണ്. അല്ലെ ഇങ്ങനെ പറയാണ്, എന്താണ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദി സ്ക്വയർ ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ്. ശരിയാണല്ലോ, അങ്ങനെയും പറയാം നമുക്ക്. അല്ലെങ്കിൽ പറയുകയാണ് 0 ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനും സ്കോർ ശരിയല്ലേ. 0 ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഇൻഡിജേഴ്സും, ഇപ്പൊ -1 സ്കോറും 1 ആണ്, -2 സ്കോറും 4 ആണ്, -3 സ്കോറും 9 ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാം, 0 ഒഴിച്ച് ഉള്ള ബാക്കിയുള്ള ഇൻഡിജേഴ്സിന്റെ സ്ക്വയർ എന്ന് വേണമെങ്കിലും ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുക. അവിടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് സെറ്റ് 1/2, 2/3, 3/4, 4/6, 4/5, 5/6, 6/7 ഇന്റെ റോസ്റ്റർ ഫോം. ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് ബിൽഡർ ഫോം ആയതുകൊണ്ട് നമുക്ക് തുടക്കം എഴുതി തുടങ്ങാം അല്ലേ. എങ്ങനെ എഴുതുന്നേ? ബി എന്ന് എടുക്കുക ഞാൻ. ബി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ്. എന്താണ് എക്സിന്റെ പ്രത്യേകത? ഈ ഫ്രാക്ഷൻസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ഫ്രാക്ഷൻസിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫ്രാക്ഷൻസിനെല്ലാം ന്യൂമറേറ്ററിനേക്കാൾ 1 കൂടുതലാണ് ഡിനോമിനേറ്റർ, അംശത്തേക്കാൾ 1 കൂടുതലാണ് ഛേദം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, 6 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് ഏത് ഫോമിലാ? n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്ന ഫോമിലാണ്. എക്സ് എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്ന ഫോമിലാണ്. ഇനി എന്താണ്? n ഈസ് എ, n എന്താന്ന് എഴുതാൻ പോവുക, n ഈസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ആണ്. ലെസ് ദാൻ 7, 7ൽ താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പർ ആണ്. 7ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6. വേണമെങ്കിൽ അവിടെ ഇങ്ങനെ നമുക്ക് എഴുതാം, n ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എഴുതിയാലും ശരിയാണ്. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത നമ്മുടെ ചോദ്യം ഇതാണ്, മാച്ച് ഈച്ച് ഓഫ് ദി സെറ്റ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് ഡിസ്ക്രൈബ്ഡ് ഇൻ റോസ്റ്റർ ഫോം വിത്ത് ദി സെയിം സെറ്റ് ഓൺ ദി റൈറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി സെറ്റ് ബിൽഡർ ഫോം. ലെഫ്റ്റ് സൈഡില് റോസ്റ്റർ ഫോമും റൈറ്റ് സൈഡിൽ സെറ്റ് ബിൽഡർ ഫോമാണ് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് എന്താണ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടോ, PRINCAL. റൈറ്റ് സൈഡ് നോക്കേ, ഒരുപാട് ആൻസർ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് കിട്ടണ്ട. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഡി ആണ്. എന്താ പ്രത്യേകത? ഡി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദി വേർഡ് പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരു വേർഡിലെ അക്ഷരമാണ്. പ്രിൻസിപ്പൽ എന്ന വേർഡിൽ ഏതൊക്കെ അക്ഷരം ഉള്ളത്? PRINCIPAL. പക്ഷെ ഇവിടെ എല്ലാം റിപ്പീറ്റ്, ഐ എഴുതിയിട്ടില്ല, പി എഴുതിയിട്ടില്ല. എന്താണെന്ന് അറിയാമോ? സെറ്റിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സെറ്റിനകത്ത് എലമെന്റുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ സെറ്റ് എഴുതുമ്പോൾ സെറ്റിനകത്ത് എന്ത് ചെയ്യത്തില്ല? എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇത് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റി. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണം. ലെഫ്റ്റ് സൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാര്യമില്ല. നമുക്ക് റൈറ്റ് സൈഡ് ചെയ്ത് നോക്കാം. എന്താ റൈറ്റ് സൈഡിൽ എ എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ് എ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എ പോസിറ്റീവ് ഇന്റിജർ ആൻഡ് എ ഡിവൈസർ ഓഫ് 18. 18ന്റെ ഡിവൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് 18ന്റെ ഡിവൈസസ് നോക്കാം. 18 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കിട്ടും. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും.
ശരിയല്ലയോ? 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കിട്ടും. അപ്പോൾ 18നെ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ 2 into 3 6 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി, 18 9 3 1. 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഈ രീതി ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് ഈ രീതി ഉപയോഗിക്കാം. അപ്പം പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിലോ 18നെ ഏതൊക്കെ നമ്പറോട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക. 18നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാ കിടക്കുന്ന ആൻസർ നമ്മുടെ തേർഡ് വൺ. സോ തേർഡ് വണ്ണിനെ നമ്മുടെ എയുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അടുത്ത ബി നോക്കേ, എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 എഴുതാം. എക്സ് സ്ക്വയർ ഈക്വൽ 9 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താണ്? പ്ലസ് ഓ മൈനസ് 3. ലാസ്റ്റ് കിടക്കുന്നു പ്ലസ് 3യും മൈനസ് 3യും. ഒബിയസ്ലി ഇത് തന്നെ ആയിരിക്കും ഇതിന്റെ ആൻസർ. ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന കണ്ടീഷൻ വന്നിരിക്കുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 1 മൈനസ് 1 ഈക്വൽ ടു 0. അതാണ് ആൻസർ വരേണ്ടത്. സോ ഈ രണ്ടാമത്തെ ആൻസർ നമുക്ക് ആരുമായിട്ട് മാച്ച് ചെയ്യാം? സിയുമായിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് എക്സർസൈസിലേക്ക് നമ്മൾ പോവുകയാണ്. എക്സർസൈസ് 1.1. ഫസ്റ്റ് ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്സ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇനി ഞാൻ പറയാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഏതൊക്കെയാണ് സെറ്റ്, എന്തുകൊണ്ടെന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ആ പറയുന്ന ഓരോ സെറ്റ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞാൽ അത് വെൽ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കുക. എങ്ങനെ വെൽ ഡിഫൈൻഡ് ആണോ തിരിച്ചറിയുന്നത്? ആ ചോദ്യത്തിന് എല്ലാ ആൾക്കാർക്കും ഒരേ ഉത്തരമാണ് പറയാനുള്ളത് എങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് അല്ല. അത് നോക്കിയിട്ട് സെറ്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദി കളക്ഷൻ ഓഫ് ഓൾ ദി മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദി ലെറ്റർ ജെ. ജെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മാസങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ജനുവരി, ജൂൺ, ജൂലൈ. എല്ലാവരുടെയും വീട്ടിലെ കലണ്ടർ ഈ 3 മാസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ജെയിൽ തുടങ്ങുന്നത്. വേറെ ഒരു മാസത്തും ജെയിൽ തുടങ്ങത്തില്ല. സോ ഇതിന്റെ ആൻസർ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. അതായത് ഇത് വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് സെറ്റ് ആണ്. മനസ്സിലായോ? റീസൺ ഇതിന് എങ്ങനെയാ? ദിസ് സെറ്റ് കണ്ടെയ്ൻസ് ദി മന്ത്സ് ജനുവരി, ജൂൺ, ജൂലൈ. സോ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്, therefore it is a set എന്ന് എഴുതാം. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ദി കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ള ഏറ്റവും 10 മികച്ച എഴുത്തുകാരെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 10 പേരുടെ കാര്യം വേണ്ട, നിങ്ങൾ ഞാൻ ഒരാളുടെ കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനെ ഏതാണ് എന്ന് ചോദിക്കുകയാണ്. എല്ലാ ആൾക്കാർക്കും ഒരേ ഉത്തരവായിരിക്കും പറയാനുള്ളത്? അല്ല, നമ്മളുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലാതെ മറ്റൊരാളുടെ ഇഷ്ടം നോക്കിയിട്ടല്ല. സോ അത് പേഴ്സണൽ കാര്യമാണ്. അത് ഓരോ വ്യക്തികളിലും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് അല്ല. വെൽ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് സെറ്റ് അല്ല. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദി വേൾഡ്. ഒരാളുടെ പേര് വെച്ച് നമ്മൾ അടി ഉണ്ടാക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരന്റെ പേര് വെച്ചാൽ പോലും നമ്മൾ അടിയാണ്, അല്ലേ? അപ്പൊ 10 പേര് 11 പേരെ കാര്യം ചോദിച്ചാലോ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം എല്ലാ ആൾക്കാർക്കും പറയാൻ കാണില്ല. പല പല ഉത്തരങ്ങളായിരിക്കും ഉള്ളത്. സോ ഇതെന്തല്ല? ഇത് സെറ്റ് അല്ല. ദി കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങിയതിനു ശേഷം നിങ്ങളുടെ ക്ലാസ്സിലുള്ള ബോയ്സിന്റെ കളക്ഷൻ. സപ്പോസ് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 20 ബോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനി ആര് വന്ന് നോക്കിയാൽ 20 പേരല്ലേ കാണാൻ പറ്റൂ? അതോ ഇനിയിപ്പം ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് 25 പേരെ കാണുമോ? ഇല്ല. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഏത് ആൾക്കാർ നോക്കിയാലും ആ 20 പേരെ കാണാൻ പറ്റത്തുള്ളൂ. അത് ഫിക്സഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? അത് വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതൊരു സെറ്റ് ആണ്. ഓക്കെ, അടുത്തതാണ് ദി കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. അതായത് 100ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. 100ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം. അത് 99, 98, 97, 96, 95, 94, 93 എക്സെട്ര 3, 2, 1. 1ൽ വന്ന് അവസാനിക്കും.
സോ അത് എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് ആണ്. എല്ലാ ആൾക്കാർക്കും ഈ ആൻസർ തന്നെ അല്ലേ? സോ നമുക്ക് സെറ്റ് ആണെന്ന് പറയാം. അടുത്ത ആറാമത്തെയാണ് എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദി റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എന്ന റൈറ്റർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, നോവൽസ്. സപ്പോസ് ഇപ്പൊ മുൻഷി പ്രേംചന്ദ് അതൊരു വ്യക്തിയാണ്, ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു 20 രചനകൾ, 20 നോവലുകൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. എഴുതിയത് ആരാണ്? അദ്ദേഹമാണ്, നമ്മളല്ല. സോ അതിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുമോ? അത് ഞാൻ നോക്കിയാലും വേറൊരാൾ അന്വേഷിച്ചാലും ഇനി ആര് പോയി അന്വേഷിച്ചാലും നമുക്ക് ആ 20 നോവലുകളെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അത് നമ്മളുടെ ഇഷ്ടമല്ല, അത് അദ്ദേഹം എഴുതി കഴിഞ്ഞ കാര്യമാണ്. സോ അത് വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇത് സെറ്റ് ആണെന്ന് പറയാം. അടുത്ത ഏഴാമത്തെ എക്സാമ്പിൾ ആണ് ദി കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇന്റിജേഴ്സ്, അതായത് ഇരട്ട സംഖ്യകളായ ഇന്റിജേഴ്സ്. എന്താണ് അതിന്റെ പ്രത്യേകത? 2, 4, 6, 8 എക്സെട്ര. എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് 2, 4, 6, 8 എക്സെട്ര. അത് വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതൊരു സെറ്റ് ആണെന്ന് പറയാം. ദി കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ദി കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിന്റെ കളക്ഷൻ. നിങ്ങളിപ്പോ നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഏതൊരാളുടെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ NCERT ടെക്സ്റ്റ് ആരുടെ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ഇപ്പോൾ ഒരാളുടെ ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു 100 ക്വസ്റ്റ്യൻ ആണുള്ളതെങ്കിൽ അത് എല്ലാവരുടെ ടെക്സ്റ്റിലും അങ്ങനെ തന്നെ ആയിരിക്കും ഉള്ളത്. അതിന്റെ എണ്ണത്തിൽ ഒരു വ്യത്യാസവും വരത്തില്ല. സോ അത് എന്താണ്? അത് വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതൊരു സെറ്റ് ആണ് എന്ന് പറയാം. അടുത്തത് എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഓഫ് ദി വേൾഡ്. ഈ മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നമുക്ക് പേടിയുള്ള, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന അപകടകാരികളായിട്ടുള്ള ജീവികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ ആൾക്കാർക്ക് ഡിഫറെന്റ് അല്ലേ? ചില ആൾക്കാർക്ക് പട്ടികളെ ആയിരിക്കും പേടി, അവരായിരിക്കും അപകടം ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർക്ക് പൂച്ചകളായിരിക്കും, ചില ആൾക്കാർക്ക് ആനയെ പേടിയായിരിക്കും, പുലിയെ പേടിയായിരിക്കും, പാറ്റയെ പേടിയായിരിക്കും. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് അതൊരു വെൽ ഡിഫൈൻഡ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഏത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല? സെറ്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ഇത്രയും എക്സാമ്പിളുകളാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് സെറ്റ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട്. നമുക്ക് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ചോദ്യം ഇതാണ്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. ഇൻസെർട്ട് ദി അപ്രോപ്രിയേറ്റ് സിമ്പിൾ. രണ്ട് സിമ്പിൾ ഇട്ടുന്നുണ്ടോ? സിമ്പിൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇതും ഇതും എന്താ അറിയാമോ? ഇത് നമ്മൾ പറയുന്നത് എലമെന്റ് ഓഫ് അല്ലെങ്കിൽ ബിലോങ്സ് ടു എന്നാണ് ഇതിനെ വായിക്കുന്നത്. ഇതിന് തൊട്ടുമുമ്പ് നോട്ട് ചേർത്ത് ഇതായി പോകും. ഇപ്പൊ നോട്ട് ആൻ എലമെന്റ് ഓഫ് അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു എന്നാണ് ഇത് വായിക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പൊ ഈ സെറ്റിനകത്ത് 1, 2, 3, 4, 5, 6 ആണല്ലോ. ഞാൻ പറയുകയാണ് 4 എന്ന് പറയുന്നത് എ എന്നുള്ള സെറ്റിലെ ഒരു എലമെന്റ് ആണല്ലോ. എലമെന്റ് ആണ് എങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഈ സിമ്പിൾ യൂസ് ചെയ്യാം. ഇത് വായിക്കേണ്ടത് 4 ഈസ് ആൻ എലമെന്റ് ഓഫ് എ അല്ലെങ്കിൽ 4 ബിലോങ്സ് ടു എ. ഇനി ഞാൻ 12 എടുക്കുകയാണ്. 12 എന്ന് പറഞ്ഞാൽ എയിൽ ഒരു എലമെന്റ് ആണോ? 12 എന്ന് പറഞ്ഞാൽ എയിൽ ഒരു എലമെന്റ് അല്ല. എലമെന്റ് അല്ല എങ്കിൽ നമ്മൾ ഏത് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്? ഈ എലമെന്റ് ഓഫിന്റെ സിമ്പിൾ ഇട്ടിട്ട് ഈ ഒരു നോട്ട്, ഒരു വരയും ഇടും. അപ്പൊ അത് നോട്ട് ആൻഡ് എലമെന്റ് ആവും. അപ്പൊ നമ്മൾ ഇത് വെച്ചുകൊണ്ട് ഈ എലമെന്റ് ആണോ എലമെന്റ് അല്ലയോ എന്നുള്ളത് ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാം ചോദ്യം കണ്ടോ? 5-a. ഇതാ നോക്ക്, 5 എന്ന് പറയുന്നത് എയിൽ ഒരു എലമെന്റ് ആണോ? അതുണ്ട്. ഇവിടെ 5 എന്നുള്ള എലമെന്റ് ഇവിടെ ഉണ്ട്. എലമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്തെഴുതാം? 5-a. ഇവിടെ എലമെന്റ് ഓഫിന്റെ ഈ സിമ്പിൾ ഇടാം. 5 എലമെന്റ് ഓഫ്. അടുത്ത 8ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8 എന്ന് പറയുന്നത് ഈ സെറ്റിൽ ഇല്ല. 8 എന്ന് പറഞ്ഞ സെറ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഏത് സിമ്പിൾ യൂസ് ചെയ്യാം? നോട്ട് ആൻ എലമെന്റ് ഓഫ്, ഈ സിമ്പിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത 0 എന്ന് പറയുന്നതും ഈ സെറ്റിൽ ഇല്ല. 0 എന്ന് പറഞ്ഞ സെറ്റിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നോട്ട് ആൻ എലമെന്റ് സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. 4 ഈ സെറ്റിലുള്ള ആളാണ്. സോ നമുക്ക് എലമെന്റ് ഓഫിന്റെ സിമ്പിൾ എടുക്കാം. 2 സെറ്റിലുള്ള ആളാണ്, എലമെന്റ് ഓഫ്. 10 ഇതെന്താണ്? എലമെന്റ് അല്ല. സോ നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നല്ല രീതിയിൽ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.